എത്ര ചായ മധുരം കുറവ് ഉണ്ടാ ആ കിട്ടിയ നല്ലായിരുന്നു ഓക്കെ താങ്ക്സ് ഏട്ടാ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണെന്നാണ്. അപ്പോൾ ഈ പഠിക്കൽ ഞാൻ ഉദ്ദേശിച്ച അക്കാഡമിക്കലായിട്ടുള്ള പഠിത്തമല്ല. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾക്ക് ഡാൻസ് പഠിക്കാനായിരിക്കും, ചില ആളുകൾക്ക് പാട്ട് പഠിക്കാനായിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് വ്ളോഗിങ് പഠിക്കാൻ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെല്ലാ ആൾക്കാരും ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇൻ്റർനെറ്റിൽ കയറും. എന്നിട്ട് നമുക്ക് ഏത് ഫീൽഡാണ്, അപ്പോൾ നിങ്ങളൊരു ഡാൻസർ ആവാൻ നിങ്ങൾക്ക് ഇഷ്ടം, അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഡാൻസറുടെ വീഡിയോസ് കണ്ടു തുടങ്ങും. പുള്ളിക്കാരൻ്റെ ഓരോ സ്റ്റൈലും ഓരോ സ്റ്റെപ്പും അതൊക്കെ നിങ്ങൾ കണ്ട് ഇൻസ്പയർ ആവും. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡാൻസ് കളിച്ച് നോക്കില്ല. നിങ്ങളൊരു വീഡിയോ കണ്ട് അത് കഴിഞ്ഞിട്ടൊരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഡാൻസ് കളിച്ച് നോക്കില്ല. നിങ്ങൾക്കത് ഷൂട്ട് ചെയ്താലാണ് നിങ്ങളുടെ ഫ്ലോസ് മനസ്സിലാവുള്ളൂ. ഫ്ലോസ് മനസ്സിലായാലേ നിങ്ങൾക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യവും പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് അത് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ്. എനിക്ക് കുറേ ഐഡൽസ് ഉണ്ട് ഇൻ്റർനെറ്റിലൊക്കെ. അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാനൊരു 3-4 ഇയേഴ്സായിട്ട് ഇതുപോലുള്ള ആളുകളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഒരു വീഡിയോ പോലും സ്വയമായിട്ട് എടുത്ത് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലമൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കുറേ ഐഡിയാസ് വരാറുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസിഷൻ നല്ലതായിരിക്കും, ഈ സൗണ്ട് എഫക്റ്റ് നല്ലതായിരിക്കും, ഈ ആംഗിളിൽ വീഡിയോ എടുത്താൽ നല്ലതായിരിക്കും, ഈ ഒരു സ്റ്റോറി പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ തോന്നിയ സാധനങ്ങളിൽ ഒരു സാധനം പോലും ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ 100 വീഡിയോ കാണുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന്.